ഞാൻ സിന്ധു സതീശൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. പല സ്ഥാനാർത്ഥികളും ആരും പ്രതീക്ഷിക്കാത്ത പുതുമുഖങ്ങളാണ്. എനിക്ക് ഏറ്റവും ആശ്ചര്യവും പുതുമയും തോന്നിയിട്ടുള്ളത് ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയാണ്, ഡോക്ടർ N സരസു. നിങ്ങൾ ഈ ശക്തിയായ വനിതാ രത്നത്തെ ഓർക്കുന്നുണ്ടോ? ഇനി ഇവർ നിങ്ങളുടെ ഓർമ്മയിലില്ലെങ്കിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ. ആരാണ് ഡോക്ടർ N സരസു? SFI എന്ന ഗുരുത്വമില്ലാത്ത വിദ്യാർത്ഥി സംഘടന പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് കോളേജിന്റെ പ്രിൻസിപ്പാളിന് കുഴിമാടം തീർത്ത് അപമാനിച്ച് കണ്ണ് നനയിച്ച് ഇറക്കിവിട്ട പാലക്കാട് വിക്ടോറിയ കോളേജിലെ അതേ പ്രിൻസിപ്പൽ ഡോക്ടർ N സരസു. ആ പ്രിൻസിപ്പാളാണ് ഇന്ന് ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്റെ കുഴിമാടമല്ല ഇവർ വെട്ടിയിരിക്കുന്നത്. വിക്ടോറിയ കോളേജിന്റെ 127 വർഷത്തെ അഭിമാനവും യശസ്സുമാണ് അവർ ആ കുഴിമാടത്തിൽ വെട്ടിമൂടിയിരിക്കുന്നത്. ഇവിടെ ഇതുവരെ പഠിപ്പിച്ച അധ്യാപകരെയും പ്രിൻസിപ്പാളിനെയും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെയുമാണ് ഈ SFI എന്ന ഗുരുത്വമില്ലാത്ത സംഘടന കുഴിമാടം വെട്ടി ശവസംസ്കാരം നടത്തിയത്. കേരളത്തിലെ ഏറ്റവും അന്തസ്സുള്ള ഒരു കലാലയമാണ് പാലക്കാട് വിക്ടോറിയ കോളേജ്. അനേകം പ്രമുഖരാണ് ഈ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയത്. അവരെയെല്ലാമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടന അപമാനിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് വിലപിച്ചുകൊണ്ടാണ് ആ പ്രിൻസിപ്പൽ ആ കോളേജിൽ നിന്ന് പടിയിറങ്ങുന്നത്. സരസു ടീച്ചർ വെറും ഒരു ടീച്ചർ മാത്രമായിരുന്നില്ല. മക്കളില്ലാത്ത സരസു ടീച്ചർക്ക് താൻ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു അവരുടെ സ്വന്തം മക്കൾ. തൻ്റെ മുന്നിലെത്തുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ആവശ്യമറിഞ്ഞ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്താണ് എന്ന് അന്വേഷിച്ച് അവർ തനിക്ക് കഴിയും വിധം സഹായിച്ചിരുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാതെ ഇനി ചികിത്സ വേണ്ട എന്ന് പറഞ്ഞ് ചികിത്സ നിർത്തിവെച്ച് മരണത്തെ കാത്തിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം സ്വന്തം പണമെടുത്തു. പിന്നീട് NCC യൂണിറ്റിന്റെയും സഹായത്തോടെ ആ കുട്ടിയുടെ ബ്രെയിൻ ട്യൂമർ ചികിത്സിച്ച് ഭേദമാക്കിയത് അവർ ചെയ്ത സഹായങ്ങളിൽ ചുരുക്കം ചിലത് മാത്രമാണ്. സരസു ടീച്ചർ വ്യക്തിപരമായി തന്നെ സഹായിച്ച, ജീവിതം മുന്നോട്ട് നയിക്കാൻ വഴിവിളക്കായി നിന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് അന്ന് SFI എന്ന തെമ്മാടി കൂട്ടങ്ങളുടെ അധിക പ്രസംഗത്തിനെതിരെ, കാട്ടാള കൂട്ടങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വന്നത്. ആ കോളേജിന്റെ ക്യാമ്പസിൽ മുഴുവൻ പൂവാക മരങ്ങളും നെല്ലിമരങ്ങളും വെച്ച് പിടിപ്പിച്ച് പരിപാലിച്ചു പോന്നിരുന്നു സരസു ടീച്ചർ. NAAC അക്രഡിറ്റേഷനിൽ വിക്ടോറിയ കോളേജ് മുന്നിലെത്തിയത് ഇവരുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമായിരുന്നു. ഇന്ന് സരസു ടീച്ചർ വച്ചുപിടിപ്പിച്ച ആ മരച്ചില്ലകളിലെ തണലെത്തിരുന്നാണ് ഈ കൊടും ചൂടിലും തണുപ്പേകുന്നത്. ഇന്ന് പാലക്കാട്ടുകാർക്ക് ആർക്ക് രക്തം ആവശ്യം വന്നാലും ഓടിയെത്തുക പാലക്കാട് വിക്ടോറിയ കോളേജിലെ NCC യൂണിറ്റാണ്. അതും നമ്മുടെ സരസു ടീച്ചർ തുടങ്ങി വെച്ചതാണ്. അവിടുത്തെ NCC യൂണിറ്റ് ഓഫീസറായിരുന്ന സമയത്ത് രക്തബാങ്ക് ആരംഭിച്ച് നിരന്തരം രക്തദാന ക്യാമ്പുകൾ നടത്തിയാണ് ആ NCC യൂണിറ്റ് അങ്ങനെയായത്. ആ സരസു ടീച്ചറെയാണ് വിരമിക്കുന്ന ദിവസം കുഴിമാടമൊരുക്കി SFI എന്ന മാഫിയ സംഘം അനാദരവ് കാട്ടി ആ അധ്യാപികയെ പടിയിറക്കി വിട്ടത്. അങ്ങനെ സരസു ടീച്ചർ കരഞ്ഞ് കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് ആ കോളേജിന്റെ പടിയിറങ്ങിയത്. അന്ന് പഠിപ്പിച്ച അധ്യാപികയ്ക്ക് വേണ്ടി കുഴിമാടം ഒരുക്കിയ SFI എന്ന നരാധമ സംഘടന ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 2 പേർക്കാണ് കുഴിമാടം ഒരുക്കി കൊടുത്തത്. ഒന്ന് വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനും, 2 ഒരു അധ്യാപകനും. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിനി ദിവസങ്ങളോളം ഒരു ഇറ്റ് വെള്ളം കൊടുക്കാതെ ക്രൂരമായി പീഡിപ്പിച്ച് താലിബാൻ മോഡൽ ആക്രമണം നടത്തിയാണ് ആ പയ്യനെ അവർ കൊന്നു തള്ളിയത്. കൂടാതെ SFI എന്ന നരഭോജികൾ പറഞ്ഞു കൊടുത്ത മാർക്കറ്റ് ജയിപ്പിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് കോളേജിലെ SFI നരാധമ കിങ്കരന്മാരുടെ ഇടിമുറിയിൽ കൊണ്ടുപോയി അതിക്രൂരമായി ആ അധ്യാപകനെ, ആ കലാകാരനെ ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. ഈ മനോവിഷമത്തിൽ ആ കലാകാരൻ, ആ അധ്യാപകൻ ഒരു മുഴം കയറിൽ തന്റെ ജീവനൊടുക്കി. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ SFI ഡോക്ടർ N സരസു എന്ന പ്രഗത്ഭയായ വനിതയ്ക്ക് കുഴിമാടം ഒരുക്കിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ആ വനിതാ രത്നത്തിന് ആ കുഴിമാടത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള ചിറകുകളാണ്, അഗ്നിച്ചിറകുകളാണ് നൽകിയിരിക്കുന്നത്. അന്ന് അകാരണമായി അപമാനിതയെ പടിയിറങ്ങിയ സരസു ടീച്ചർക്ക് അഹന്തയുടെയും അധർമ്മത്തിന്റെയും അന്ധകാരത്തിൽ തഴച്ചു വളർന്ന SFI എന്ന സാമൂഹ്യ ടീച്ചർക്ക് വിരമിക്കുന്ന നാളിൽ കണ്ണുനീരാണ് നൽകിയതെങ്കിൽ ഇന്ന് അവർക്ക് തല ഉയർത്തി
അഭിമാനത്തോടെ ശബ്ദിക്കാൻ, പ്രവർത്തിക്കാൻ, പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അവർക്കൊരു വേദി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ടാണ്, ഇനി പിന്നോട്ടില്ല. കാരണം ഗുരുത്വം, ദേശീയത, ദേശസ്നേഹം, വികസനം, രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് എന്ന പ്രസ്താവന പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് വിശ്വസിക്കുന്ന ഭാരത മക്കൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെയാണ്. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ, നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ, നിങ്ങളെതിർത്താൽ നിങ്ങളെയും എതിർത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അധർമ്മത്തെയും ആസുര ശക്തികളെയും തീവ്രവാദത്തെയും ഉന്മൂലനം ചെയ്ത് ഭാരതത്തെ സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ ഓരോ വ്യക്തികളും ആത്മാർത്ഥമായി മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. നിങ്ങളുടെ വോട്ട് പ്രിയപ്പെട്ട ഡോക്ടർ എൻ സരസു ടീച്ചർക്ക് നൽകി അവരെ വിജയപഥത്തിലെത്തിക്കുക. നമുക്ക് വേണ്ടത് ഒരു MP സ്ഥാനം മാത്രം വഹിച്ച് പാർലമെന്റിൽ പോയി വെറുതെ ബഹളം വയ്ക്കുന്ന നേതാക്കളെയല്ല, നമ്മുടെ നാടിനെ പ്രവർത്തിക്കാൻ കഴിവുള്ള മന്ത്രിമാരെയാണ്. ഓർക്കുക, ഇടതു വലതു പാർട്ടികളെ നിങ്ങൾ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിച്ചാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം അവർ ഒന്നും ചെയ്യില്ല, ഇതുവരെയും ചെയ്തിട്ടുമില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുക തന്നെ വേണം. എല്ലാവരും ഡോക്ടർ എൻ സരസു ടീച്ചർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ആലത്തൂർ മണ്ഡലത്തിൽ ഒരു മന്ത്രിയെ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കുക. വോട്ട് ഫോർ BJP. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ജയ് ഹിന്ദ്.